നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാടും ചേലക്കരയും ഇന്ന് വിധിയെഴുതും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലും റെയ്ബറേലിയും ജയിച്ച രാഹുൽ ഗാന്ധി റെയ്ബറേലി നിലനിർത്തുന്നതിനായി വയനാട് ഒഴിഞ്ഞതിനാലാണ് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ്. MLA ആയിരുന്ന K രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ചതുകൊണ്ടാണ് ചേലക്കര പുതിയ MLA തെരഞ്ഞെടുക്കുന്നത്. ചേലക്കര മണ്ഡലത്തിൽ 6ഉം വയനാട്ടിൽ 16 സ്ഥാനാർത്ഥികളുമായാണ് മത്സരരംഗത്തുള്ളത്. പ്രിയങ്ക ഗാന്ധി ആദ്യമായി ജനവിധി തേടുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 14,71,742 വോട്ടർമാരാണുള്ളത്. CPIയുടെ സത്യൻ മൊകേരിയാണ് LDF സ്ഥാനാർത്ഥി. BJPയുടെ നവ്യ ഹരിദാസാണ് BJP സ്ഥാനാർത്ഥി. 3,64,422 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് കഴിഞ്ഞ തവണ തെരഞ്ഞെടുക്കപ്പെട്ടത്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ ആകെ 2,13,103 വോട്ടർമാരാണ് ഉള്ളത്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ LDFനായി UR പ്രദീപും UDFനായി രമ്യ ഹരിദാസും NDAക്കായി ബാലകൃഷ്ണനും രംഗത്തുണ്ട്. PV അൻവറിൻ്റെ DMKയുടെ MK സുധീറും മത്സരരംഗത്തുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 39,400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ ഇവിടെ നിന്നും ജയിച്ചത്. കേരളത്തിനൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലായി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 32 നിയമസഭാ മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ്. പശ്ചിമ ബംഗാളിൽ 6, ബീഹാറിൽ 4, രാജസ്ഥാൻ 7, ആസാമിൽ 5, കർണാടകയിൽ 3, സിക്കിമിലും മധ്യപ്രദേശിലും 2 വീതം മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കും. ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, മേഘാലയ സംസ്ഥാനങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിലും ഇന്നാണ് തെരഞ്ഞെടുപ്പ്. വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പിനൊടുവിൽ ജാർഖണ്ഡിലെ ആദ്യഘട്ട വോട്ടെടുപ്പും ഇന്ന്. സംസ്ഥാനത്താകെ 81 സീറ്റിൽ 43 ഇന്ന് വോട്ടെടുപ്പ് നടക്കും. വഖഫ് ബിൽ വിഷയത്തിൽ കടുത്ത നിലപാടുമായി കേന്ദ്ര സർക്കാർ. വഖഫ് ഭേദഗതി ബിൽ BJP സർക്കാർ പാസാക്കുമെന്നും തങ്ങളെ തടയാൻ ആർക്കും കഴിയില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കി. വഖഫ് നിയമം ഭേദഗതി ചെയ്യാനും ബോർഡിൻ്റെ ഘടനയിൽ മാറ്റം വരുത്താനും സമയമായെന്നും അദ്ദേഹം പറഞ്ഞു. ജാർഖണ്ഡിലെ ബറ്റ്മാരയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അമിത് ഷാ. വഖഫ് നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ലെന്ന് ഹൈക്കോടതി. വഖഫ് ഭൂമി കൈവശം വച്ചതിനെതിരെയുള്ള കേസ് റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. വഖഫ് ബോർഡിൻ്റെ അനുമതിയില്ലാതെ ഭൂമി കൈവശം വെച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് പോസ്റ്റ് ഓഫീസ് ജീവനക്കാർക്കെതിരെയാണ് 2017 കേസെടുത്തത്. എന്നാൽ 2013 വഖഫ് ഭേദഗതിക്ക് മുമ്പ് തന്നെ ഭൂമിയുടെ കൈവശക്കാരുടെ പക്കലാണെന്നും വഖഫ് നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു. മുനമ്പം, ചാവക്കാട്, വയനാട് അടക്കമുള്ള മേഖലകളിൽ വഖഫ് ബോർഡ് ഭൂമിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ നിർണായകമായ ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. തൃശൂർ ജില്ലയിലെ ചാവക്കാട് വഖഫ് ഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ട് 37 കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡ് നോട്ടീസ് നൽകി. ചാവക്കാട്, ഗുരുവായൂർ, ഒരുമനയൂർ താലൂക്കുകളിലെ 10 ഏക്കർ സ്ഥലം തിരിച്ചുപിടിക്കാനാണ് നോട്ടീസ് നൽകിയത്. തങ്ങൾ 50 കൊല്ലത്തിലേറെയായി ജീവിക്കുന്ന മണ്ണ് വിട്ടുകൊടുക്കില്ലെന്ന് നോട്ടീസ് കിട്ടിയ കുടുംബങ്ങൾ വ്യക്തമാക്കി. ഈ കുടുംബങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്ന് BJPയും വ്യക്തമാക്കി. മുനമ്പത്തെ വഖഫ് ഭൂമി പ്രശ്നം പരിഹരിക്കാമെന്ന് പിണറായി വിജയനും കോൺഗ്രസും വ്യാജ വാഗ്ദാനം നൽകുകയാണെന്ന് BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയും കേരളത്തിൻ്റെ പ്രഭാരിയുമായ പ്രകാശ് ജാവേദ്കർ. ഇന്ന് നിലവിലുള്ള 1995 വഖഫ് നിയമം ഏതു വസ്തുവിനെയും വഖഫ് ഭൂമിയാക്കി പ്രഖ്യാപിക്കുന്നതിന് വഖഫ് ബോർഡിന് നിയന്ത്രണമില്ലാത്ത അധികാരങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ഇവിടെ സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു അധികാരവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. IAS ഉദ്യോഗസ്ഥൻ K ഗോപാലകൃഷ്ണനെതിരെ സ്വമേധയാ കേസെടുക്കാനാവില്ലെന്ന് പോലീസ്. ഗോപാലകൃഷ്ണന്റെ പരാതിയിലാണ് അന്വേഷണം നടത്തിയതെന്നും ഫോൺ ഹാക്ക് ചെയ്തൽ ശാസ്ത്രീയ തെളിവുകൾ അപൂർണമാണെന്നും പോലീസ് പറഞ്ഞു. ഗ്രൂപ്പിൽപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പരാതിയുമായി സമീപിച്ചാൽ മാത്രമേ നിയമ നടപടിക്ക് സാധ്യതയുള്ളൂവെന്ന് പോലീസ് വ്യക്തമാക്കി. വറോല കെട്ടിയ ശേഷം പ്രതികരിക്കാമെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകനെതിരായ പരസ്യ അധിക്ഷേപത്തിൻ്റെ പേരിൽ സസ്പെൻഷനിലായ N പ്രശാന്ത് IAS. ബോധപൂർവം ചട്ടങ്ങൾ ലംഘിച്ചിട്ടില്ലെന്നും ഭരണഘടന അനുവദിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും പ്രശാന്ത് പ്രതികരിച്ചു. ആരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്നും
ഭാഷാപ്രയോഗം നടത്താൻ അവകാശമുണ്ടെന്നും കൂടുതൽ പ്രതികരണം സസ്പെൻഷൻ ഓർഡർ കയ്യിൽ കിട്ടിയ ശേഷമെന്നും അദ്ദേഹം പറഞ്ഞു. എൻ പ്രശാന്ത് IAS നേരത്തെ സസ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നുവെന്നും നടപടിയിൽ വളരെ സന്തോഷമെന്നും CPM നേതാവ് മുൻ മന്ത്രിയുമായ J മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. സർക്കാർ നടപടി നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്നും ഏത് ഉദ്യോഗസ്ഥനും തെറ്റായി നീങ്ങിയാൽ നടപടിയുണ്ടാകുമെന്നും വിശദീകരണം ചോദിച്ചില്ലെന്ന പ്രശാന്തിൻ്റെ വാദം തെറ്റാണെന്നും വിശദീകരണം ചോദിക്കാനാണ് സസ്പെൻഷനെന്നും അവർ പറഞ്ഞു. ചേലക്കരയിൽ പോലീസ് വിലക്ക് ലംഘിച്ച് PV അൻവറിൻ്റെ വാർത്താസമ്മേളനം. താൻ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് പോലീസ് തൻ്റെ വാർത്താസമ്മേളനം തടയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താസമ്മേളനം നിർത്താൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞുവെങ്കിലും ഉദ്യോഗസ്ഥരോട് അൻവർ തർക്കിച്ചതിനെ തുടർന്ന് അൻവറിന് നോട്ടീസ് നൽകിയ ശേഷം ഉദ്യോഗസ്ഥർ മടങ്ങി. ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് 40 ലക്ഷം രൂപയാണ് ചെലവഴിക്കാവുന്ന പരമാവധി തുകയെന്നും എന്നാൽ 3 മുന്നണികളും കൂടി 36 കോടി രൂപയാണ് ചേലക്കരയിൽ ചെലവഴിച്ചതെന്നും അൻവർ പറഞ്ഞു. പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസും BJPയും വ്യാപകമായി വ്യാജ വോട്ട് ചേർത്തെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. ഇത് സംബന്ധിച്ച് അദ്ദേഹം ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. 177-ാം ബൂത്തിലെ 37 വോട്ടർമാർ ആ പ്രദേശത്തുള്ളവരല്ലെന്നും മറ്റ് മണ്ഡലങ്ങളിലെ വോട്ടർമാരെ ഇവിടെ ചേർത്തിട്ടുണ്ടെന്നും സുരേഷ് ബാബു പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ ഇടപെടണമെന്നും മരിച്ചവരുടെ പേരിൽ പോലും വ്യാജ ID ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയനാട്ടിലെ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. ആരാധനാലയവും മതചിഹ്നവും പ്രചാരണത്തിന് ഉപയോഗിച്ചെന്നാണ് പരാതി. LDF ആണ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. വൈദികരുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥന നടത്തുന്നതിൻ്റെ വീഡിയോ പ്രചരിപ്പിച്ചുവെന്നും ആരാധനാലയത്തിനുള്ളിൽ വിശ്വാസികളോട് വോട്ട് അഭ്യർത്ഥിച്ചെന്നും വോട്ടിനായി മതചിഹ്നം ദുരുപയോഗം ചെയ്തെന്നും ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. സഹോദരിയും കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണത്തിനെത്തിയപ്പോൾ വയനാട്ടിൽ സിപ്പ് ലൈനിൽ കയറിയ വീഡിയോ തൻ്റെ YouTube ചാനലിൽ പങ്കുവച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കാരാപ്പുഴയിലെ അഡ്വഞ്ചർ പാർക്കിലെ സിപ്പ് ലൈനിലാണ് രാഹുൽ ഗാന്ധി കയറിയത്. വയനാട്ടിൽ ഒരു പ്രശ്നവുമില്ലെന്നും വയനാട്ടിലേക്ക് സഞ്ചാരികൾ വരണമെന്നും വയനാട് സുരക്ഷിതമെന്നും രാഹുൽ പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.